ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ 4ാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ മണികണ്ഠൻ എന്ന കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പിന്മാറേണ്ടി വരുന്നതും ജാസ്മിന്റെ ബർത്ത്ഡേ ആഘോഷവും ഒക്കെയായി പതിവ് പോലെ ലാലേട്ടൻ എത്തി. കുറച്ച് ഫയറിംഗ് ഒക്കെ തുടക്കം തന്നെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതിനൊന്നും വലിയ പ്രതീക്ഷയൊന്നും നൽകാതെ എപ്പോഴത്തെയും പോലെ വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു. ആരോഗ്യ സംരക്ഷണം എന്ന ടാസ്കിൽ നിമിഷയ്ക്കുണ്ടായിരുന്ന എതിർപ്പിനെ പറ്റിയും ബ്ലസ്ലിക്ക് ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്കിനെ പറ്റിയും ചെറിയൊരു സംഭാഷണം, അതോടൊപ്പം പുതിയ ക്യാപ്റ്റനെ പറ്റിയും കിച്ചൺ ടീമിനെ പറ്റിയും ബിഗ് ബോസ് ഹൗസ് ക്ലീനിങ്ങിനെ പറ്റിയുമുള്ള ചർച്ചകൾ. പിന്നെ റോൺസന്റെ അടുത്ത് ബിരിയാണി ഇഷ്ടമാണോ എന്നും സുചിത്രയുടെ ബിരിയാണിയാണോ ലക്ഷ്മി പ്രിയയുടെ ബിരിയാണിയാണോ ഇഷ്ടമെന്നും സുചിത്രയെ ബിരിയാണി ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത് എന്താണെന്ന് ലക്ഷ്മി പ്രിയയോട് ചോദിക്കുന്നത് പുള്ളിക്കാരിയുടെ കുറച്ച് കുശുമ്പും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള നർമ്മ സംഭാഷണത്തിന് ശേഷം ലാലേട്ടൻ പയ്യ ബ്ലസ്ലിയും ലക്ഷ്മി പ്രിയയും തമ്മിലുള്ള ചായ ഉണ്ടാക്കലും ഗ്യാസ് ഓഫ് ചെയ്യാതെ പോയതിനെ പറ്റി ചോദിക്കുകയും ആരുടെ ഭാഗത്താണ് തെറ്റെന്നും കുടുംബാംഗങ്ങളോട് തിരക്കുകയും ആ ഒരു സംഭവത്തിന്റെ വീഡിയോ കാണിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിഷയത്തെ പറ്റി ലക്ഷ്മി പ്രിയ മറ്റു കുടുംബാംഗങ്ങളോട് ബ്ലസ്ലിയെ പറ്റി പറഞ്ഞതും ബ്ലസ്ലിയെ നോക്കാൻ ഏൽപ്പിച്ചാണ് പോയതെന്ന് പറഞ്ഞതൊക്കെ നുണയാണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ലക്ഷ്മി പ്രിയ പയ്യെ എയറിലേക്ക് കയറുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോഴേക്കും ഡ്രസ് വാഷിങ്ങും ഹൈജീൻ കാര്യങ്ങളും എത്തി. നിമിഷയും ലക്ഷ്മി പ്രിയയും ചെറുതായി അതിന്റെ പേരിൽ കൊമ്പുകോർക്കുന്നു. അടുത്തതായി ബിഗ് ബോസ് ഹൗസിൽ 4 ആഴ്ചകൾ പിന്നിടുമ്പോഴും വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ നിൽക്കുന്ന അപർണയെ ലാലേട്ടൻ ഒന്ന് ട്രിഗർ ചെയ്തു വിടുകയും കുടുംബാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഓപ്പണായി അഭിപ്രായം പറയാൻ അപർണയ്ക്കൊരു അവസരം കൊടുക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ലാഗ് അടുപ്പിച്ച് ഒരു അവാർഡ് മൂവി പോലെ എപ്പിസോഡ് നീങ്ങുകയായിരുന്നു എന്ന് പറയാം. അവസാന ഘട്ടം എന്നോണം നവീനെ ജയിൽ നോമിനേഷൻ ഇട്ടതും ജയിൽ നോമിനേഷനിൽ ഇട്ടയാളെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇടുന്നത് ഒരു ലോജിക്കുള്ള കാര്യമാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നു. അതോടൊപ്പം 2 സെറ്റ് പ്രോട്ടീൻ പൗഡറും കൊടുത്ത് ലാലേട്ടൻ ബൈ പറയുന്നു. അതായത് ലാലേട്ടൻ വന്ന് എന്തോ ചോദിക്കുമെന്ന് കരുതിയ പ്രേക്ഷകരൊക്കെ നിരാശപ്പെടേണ്ടി വന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്നലെ ചോദ്യം ചെയ്യപ്പെടാത്ത പല കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല.